നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ഇന്നലെ മുതലേ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ചുരുള് ശരിക്കൊന്നും അഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അമ്മയും ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അമ്മ പറയുന്നു, ഒരു കൊതുക് കടി പോലും കൊള്ളാൻ വേണ്ടി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്ത് തന്നെയായാലും ആ പ്രായമായ അമ്മയെ ഇനിയും ക്രൂശിക്കണ്ട എന്ന് തന്നെയാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു പ്രായമായ ഒരു സ്ത്രീയാണ്. ഇനിയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്ന് അവരെ വെറുതെ അങ്ങനെ ഒരു തേജോവധം ചെയ്യണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എന്നെ പോലെയുള്ളവർക്കൊക്കെ ഇപ്പോൾ തോന്നുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു സമാധി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി പോലീസും അതുപോലുള്ളവരൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അത് എന്തായാലും ആ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ കൂടെ പോകുന്നതും നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ള സത്യാവസ്ഥയൊക്കെ തെളിയിക്കേണ്ടത് പോലീസും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെയാണ്. എന്ത് തന്നെയായാലും ആ സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. മക്കളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ പറയുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി പശുവിനെ കൊടുക്കാമെന്നൊക്കെയാണ് പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു നല്ല കാര്യം എനിക്ക് ഇതിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർ പശുവിനെ വളർത്തി ജീവിക്കാന്ന് പറയുന്നു. അതായത് അധ്വാനിച്ച് ജീവിക്കാന്നുള്ള ഒരു അവസ്ഥയിൽ അവർ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിന് അവരെ പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ. ഇതിലപ്പുറം ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് അതൊക്കെ അവർ കേട്ടു. എന്ത് തന്നെ ആയാലും അമ്പലം അവിടെ ഉള്ളത് ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതിനും അതിനു വേണ്ടി മാത്രമാണ് ആ സമാധി സ്ഥലം എന്നാണ് പറയുന്നത്. അല്ലാതെ അത് വെച്ചിട്ടുള്ള വരുമാനമൊന്നും ഉണ്ടാക്കി ഇവർ ജീവിക്കില്ല എന്നൊക്കെയാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി അവർ കാണിച്ച ആ ഒരു മനസ്സ് നല്ല മനസ്സ് തന്നെയാണ്. കാരണം പശുവിനെ വളർത്തിയിട്ടാലും ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കുമല്ലോ അവരുണ്ടാവുക. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും കാലം എല്ലാം തെളിയിക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. വേറെ ഒന്നും തന്നെ നമുക്കിപ്പോൾ തന്നെ പറയാനില്ല. പിന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇവരെ ഒരുപാട് കളിയാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയിട്ട് ഗോപൻ സ്വാമിയുടെ ഇതും പറഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതൊക്കെ അവർ പറയുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പക്ഷേ ആ കളിയാക്കുന്നതിൽ കൂടെ അപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ ആ കളിയാക്കലിൽ കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിന്ന് അവരും ജീവിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ്. അതാണ് ഈ കളിയാക്കുന്നതിൻ്റെ പ്രത്യേകത. അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവും. അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർ, ആചാര്യ ഗുരുക്കന്മാർ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ അവർ. പക്ഷെ അവർ എന്നിട്ടും ആ ഗോപൻ സ്വാമിയുടെ നാമം അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോപൻ സ്വാമിയെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് കളിയാക്കി അമ്മയും അതുപോലെ തന്നെ സ്വാമിയും ഒക്കെ കളിയാക്കിയിട്ടുള്ള ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സ്വാമിയുടെ പേരും പറഞ്ഞാണല്ലോ പൈസ ഉണ്ടാക്കുന്നതൊക്കെയാണ് മോൻ ഇതിൽ സംസാരിക്കുന്നത്. അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്ത് തന്നെ ആയാലും ഇത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇതുപോലെയുള്ള ഒരു സമാധി നാടകമൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും പ്രതികരിക്കും. അത് ഇവരുടെ കുടുംബം എന്നല്ല, വേറെ ഏത് കുടുംബം ആയാലും ആൾക്കാർ പ്രതികരിക്കും അല്ലേ. കാരണം ഇന്നത്തെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒരു വിശ്വാസമാണ് അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വാമിമാരും വിശ്വാസത്തിൻ്റെ പിറകിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും ചോദ്യം ചെയ്യാനുള്ള കൂടുതൽ അവകാശമൊന്നും നമുക്കില്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ പടർത്താൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കുടുംബത്തെ എപ്പോഴും തേജോവധം ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല. അവർ മനുഷ്യരല്ലേ. എന്ത് തന്നെയായാലും ഒരു സ്വന്തം അച്ഛനെ അങ്ങനെ അടിച്ചു കൊല്ലാനോ തച്ചു കൊല്ലാനോ ഉള്ള ഒരു സമാധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ അവസാനം എത്തി നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. സത്യം എന്തായാലും പുറത്തു വരും.
അവർ ഓം നമ ശിവായ എന്നൊക്കെ പറയേണ്ട, എന്തായാലും ഭഗവാനെയൊക്കെ പൂജിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളും എല്ലാവരും. അപ്പോൾ നമ്മുടെ ഭഗവാൻ തന്നെ എന്നാൽ തീരുമാനിക്കട്ടെ അല്ലേ, സത്യം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു ദൈവിക ശക്തി ഇവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം ഗോപൻ സ്വാമി മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ, എന്നിട്ടും ആ മനുഷ്യൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ മനുഷ്യൻ എന്തായാലും മരിച്ചു കഴിഞ്ഞു. അത് ഇനിയിപ്പോൾ സമാധിയായാലും എന്തിനും അത് അവരുടെ ഒരു വിഭാഗം ആൾക്കാർ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ പോകാം, പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം അല്ലെ. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആർക്കും അത് തടയാനുള്ള അവകാശമൊന്നുമില്ല. പിന്നെ കളിയാക്കുക എന്ന് പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള കളിയാക്കലുകളും തേജോവധങ്ങളും കൂടുതൽ ആൾക്കാർ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം. കാരണം ആ അമ്മയായാലും ഒരു പ്രായമായ സ്ത്രീയാണല്ലേ, അവരെ ഇനിയും തന്നെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി അവരഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാലും ഇപ്പോൾ കൂലിയെല്ലാം വേഗമാണ് അല്ലേ. എല്ലാവർക്കും എന്തിൻ്റെയും കൂലി ഇപ്പോൾ കിട്ടുന്നത് വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം അവരും പ്രാർത്ഥിക്കുന്ന ശിവൻ്റെ ഇതാണ്. ശിവൻ അവർക്ക് ഇപ്പം തന്നെ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തു കാണുന്നൊക്കെയാണ് ആ അമ്മ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു. ഒന്നും തന്നെ ഇവർ അംഗീകരിച്ചിട്ടില്ല, മക്കൾ അംഗീകരിച്ചിട്ടില്ല. അവർ ഇപ്പോഴും ഇതിലൊക്കെ തന്നെ പിടിച്ചു നിൽക്കുവാണ്. എന്തായാലും അവർ അധ്വാനിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തോട് എനിക്കും യോജിപ്പ് തന്നെയാണ്. അവർക്ക് അങ്ങനെ തോന്നിയല്ലോ എന്തായാലും അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത്. കാരണം ഈ നാട്ടിൽ ഇന്ന് പലതരത്തിലും ഇത്രയും വലിയ കൊടും ചൂടിൽ പോലും റോഡിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് പറ്റുന്നൊരു തൊഴിലെടുത്ത് ഇവർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ എല്ലാവരും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.